ഹലോ ഗൈസ്, ചിപ്പി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അനിയത്തി എറണാകുളത്ത് നിന്ന് ഇവിടെ നാട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ രാവിലെ 6:30 മണിയായി കാണും. അങ്ങനെ ഞാൻ ഇറങ്ങി ഇവിടെ തിരുവനന്തപുരത്താണ് വരുന്നത്. അവളവിടെ പിക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ. അതിനുശേഷം 7 മണിയായിട്ട് അവൾ വന്നില്ല. പിന്നെ ഞങ്ങളെ നോക്കി കുറേ നേരം അവിടെ അങ്ങനെ തന്നെ ഇരുന്നു. ഞാനിപ്പോൾ മനസ്സിൽ ആത്മകഥ എന്തുവാന്ന് വെച്ചാൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നനിയത്തി, നീ കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചി കുറച്ചും കൂടെ നേരം കിടന്നുറങ്ങുമായിരുന്നല്ലോ എന്നാണ്. കാരണം അവൾ നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നേരത്തെ കെട്ടിയെഴുന്നള്ളി ഇവിടെ വന്ന് നിന്നിട്ടു അവൾ വന്നില്ല. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോട്ടുവായൊക്കെ വന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇവിടെ നിന്നിട്ട് കോട്ടുവിടാൻ തോന്നി. അങ്ങനെ പിന്നെ അവൾ ഇത്രയും നേരമായിട്ട് എത്തിയില്ല. ഞാൻ അവളെയും കാത്തിരിക്കുകയാണ്. കാത്തിരുന്നു അങ്ങനെ പാട്ടൊക്കെ പാടി ഇരുന്നപ്പോഴത്തേക്ക് വരികയാണ് എൻ്റെ അനിയത്തി. മന്ദം ഇവിടെ എത്തിയിരിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അവളെ കണ്ണ് മാനത്തോട്ട് പോയിരിക്കുകയാണ്. ഇതെന്താ അനിയത്തി മാച്ചിങ് അല്ലാത്ത ഷോളൊക്കെ ആയിട്ട് വരുന്നേ? നീ അങ്ങനെ അവസാനം ഞാൻ കാത്തിരുന്ന ആൾ വന്നെത്തി. ബസ് വരണ്ടേ? ഞാൻ 2 മണിക്കൂറാണ് ഈ ഷോള് പുതയ്ക്കാനെടുത്തത്. ഓക്കെ, ഞങ്ങൾ പോവുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക്. എന്നിട്ട് വണ്ടിക്കകത്ത് അന്ന് നല്ല മഴയായിരുന്നു. ഇപ്പം ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തെത്തി. ഇതിപ്പോൾ നിലമേലാണ്. നിലമേൽ തട്ടത്തുമല ആ സൈഡിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. അവിടത്തേക്ക് നല്ല പേര് മഴ. പിന്നെ ഞങ്ങൾ 2-3 ആ സൈഡിലോട്ട് കയറി നിന്ന്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് രണ്ടുപേരെയും കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സത്യം കൂടെ എനിക്ക് നല്ല തണുത്ത്. കാരണം രാവിലെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു 8 മണി അടുപ്പിച്ചായി. ഇങ്ങനെ എൻ്റെ അനിയത്തി എനിക്കൊരു കപ്പലണ്ടി മുട്ടയൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പിന്നും പോവുകയാണ്. അവൾ ബേക്കിൽ നിന്ന് വീഡിയോ, നമ്മളൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അവൾ ബേക്കിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോഴും നല്ല മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഒന്നും തോരുന്നതേ ഇല്ല. രണ്ടുപേർക്ക് റെയിൻ കോട്ടും ഇല്ല. എന്തോ ചെയ്യണമെന്ന് അറിയാനും വയ്യാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി അടുത്ത ഇപ്പം നനഞ്ഞ് കുളിച്ചിരിക്കണം. നോക്കിയിട്ട് ഞാൻ നല്ലതുപോലെ നനഞ്ഞ് ചായ കുടിക്കാം. വെയിലും മഴയും കൊടുക്കേണ്ട കല്യാണം. അതെ, വെയിലും മഴയും കൊടുക്കേണ്ട കല്യാണം. നാട്ടിലെ കുറുക്കന്മാർക്ക് എത്തിപ്പോഴാ പെണ്ണ് കൊടുക്കുന്നത്. എന്തിനാണ് എൻ്റെ അനിയത്തി ഇപ്പോൾ പെട്ടെന്ന് നാട്ടിൽ വന്നതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ് 24-ാം തീയതി. പക്ഷെ അന്ന് നമുക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവനെ കാണാൻ വേണ്ടി നേരത്തെ വന്ന്. അപ്പോൾ അവരുടെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. അവൻ ആദ്യമേ അവളെ കുറേ നാൾക്ക് ശേഷമാണ് അവൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. എൻ്റെ കുഞ്ഞിന് പനിയും കൂടെയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ബർത്ത്ഡേ സമയമാകുമ്പോഴത്തേക്ക് പനി വരുമല്ലോ, സ്വാഭാവികമാണ്. എൻ്റെ കൊച്ച് വരച്ച ഒരു ഇതാണ്, ഡ്രാഗണാണ് അവൻ വരച്ചത്. കാണിച്ചു തരികയാണ്. അത് ഫ്രെയിം ചെയ്ത് വെക്കണമെന്നൊക്കെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അമ്മയുടെയും മോൻ്റെയും കുറേ വിശേഷങ്ങൾ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു. ഇതിപ്പോൾ ഈ കാണുന്ന കൊഞ്ചലേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തനി സ്വരൂപം അവളെടുത്ത് കാണിക്കും. അപ്പോൾ അവൾ എൻ്റെ നാത്തൂനാണത്. പുള്ളിക്കാരി അടുത്ത് പറയുന്നു മഴ ഭയങ്കര മഴയായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തി അവനെ പേൻ നോക്കുകയാണ്. പനി ആയതുകൊണ്ടും കൊണ്ടും നല്ല പേരുണ്ട് അവൻ്റെ തലയിൽ. അത് ഞാൻ പറഞ്ഞില്ലേ, കാണുമ്പോ എൻ്റെ അടുത്ത് ഇങ്ങനെയായിരിക്കും. ചേച്ചി എത്ര വർഷമായി പോയിട്ട് ചേച്ചി? നമ്മ അന്ന് പോയതാണ്, ഓർമ്മണ്ട? 2 ഓണം എൻ്റെ വീട്ടിൽ വന്നു ഞാൻ. ആക്ച്വലി എൻ്റെ വീട്ടിൽ ഞാൻ വന്നതിൻ്റെ ഒരു മുഖ്യ കാരണം എന്ന് പറഞ്ഞത്, ഇതിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു റംബൂട്ടാൻ. എല്ലാം എൻ്റെ മമ്മി പറിച്ച് ഒറ്റയ്ക്ക് തിന്നു. എൻ്റെ മമ്മിയും എൻ്റെ പുത്രനും ഒറ്റയ്ക്കെന്നല്ല, സ്വന്തക്കാർക്കൊക്കെ കൊടുത്ത്
അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഇടയ്ക്ക് വന്നപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഇനി റംബൂട്ടാനിൽ ആരെങ്കിലും തൊട്ടാൽ കുറേ വെള്ളം കോരിയണേ, സ്വഭാവം മറന്നു. നമ്മൾ കുറേ റംബൂട്ടാൻ തറയിൽ വന്ന് കിടക്കുന്നു, വീണ് കിടക്കുന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കായ്ച്ച റംബൂട്ടാൻ. പക്ഷെ ഇപ്പം ഇതാണ് അവസാനം കായ്ക്കുന്നത്. ഇതിൻ്റെ അകത്താണ് കിളികളെല്ലാം വന്നിരിക്കുന്നത്. ചിക്കു ഉണ്ടായിരുന്നു, ചിക്കു ഒരു വെട്ടിക്കളഞ്ഞു. നീ റംബൂട്ടാൻ ഇന്നെല്ലാം ഞാൻ കൊണ്ട് പോകാം. കെട്ടിയിടത്തേക്കുന്ന എല്ലാം ഞാൻ പറിക്കും, എല്ലാം ഞാൻ പറിച്ചെന്ന് തോന്നി. ആഹാ, ഇന്ന് എല്ലാ റംബൂട്ടാനും ഞാൻ പറിച്ച് തിന്നും. ഫ്രഷ് റംബൂട്ടാൻ നമുക്കൊന്ന് ഇത് വരിക്കാണ് കേട്ടോ. വരിക്കാണ്ടാണ് ഇതിനകത്തുനിന്ന് ഇളകി വരുന്നത്. കുഴിയാണെങ്കിൽ ഇറങ്ങി വരില്ല. ആക്ച്വലി റംബൂട്ടാൻ്റെ കുരു തിന്നണം നല്ലതാണ് പറഞ്ഞത്. പക്ഷെ കുരു നല്ലതാണ്, ഞാൻ തിന്നാൻ പോവുകയാണ്. കുരു നല്ല രസമാണ്. അടുത്ത റംബൂട്ടാൻ, ഇവിടെ ഒരു റംബൂട്ടാൻ ഫാമിലിയാക്കും ഞങ്ങൾ. ആക്ച്വലി ഈ റംബൂട്ടാൻ ഞങ്ങൾ നട്ടതല്ല, കുരു വീണ് പിടിച്ച് റംബൂട്ടാനാണ്. ബാക്കി 2 റംബൂട്ടാനാണ് നമ്മൾ നട്ടത്. ഓക്കെ, മരത്തിന് കിട്ടിയ റംബൂട്ടാനിൽ നല്ല ചുമയിരിക്കുന്നത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇത്രയും ഞങ്ങളുടെ റംബൂട്ടാനിൽ ഞാൻ എടുത്തതാണ്. ഇതിനെക്കാട്ടി ഉണ്ടായിരുന്നു. ഇതെനിക്ക് തിന്നെ മക്കളെ നമുക്ക് വീഡിയോ എടുക്കാൻ വന്നേ. ഞാൻ തിന്നെൻ്റെത്, ഇതെൻ്റെ മോൻ്റെ ചോപ്പ്. ഹായ്, റംബൂട്ടാൻ. പിന്നെ ഞാനും എൻ്റെ മോനും കൂടി ഇൻസ്റ്റാഗ്രാം എടുത്ത് ഫിൽറ്റർ ഇട്ട് കളിയായിരുന്നു. പിന്നെ മോനെ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് പിന്നെ ഭയങ്കര സ്നേഹപ്പകം തോന്നി എനിക്ക്. എൻ്റെ ചെറുക്കനെ കണ്ടാൽ എനിക്ക് അടിക്കണം, തിന്നണം. ചെറുക്കൻ ചില നേരത്തും സമ്മതിക്കില്ല, ഊന്നൊക്കെ വിളിക്കുകയാണ്. സമ്മതിക്കത്തില്ല അവന്. ചില നേരത്തെ അവന് ഇഷ്ടമല്ല വീഡിയോ ഒന്നും എടുക്കുന്നത്. അങ്ങനെ ഞാൻ പറയണ എനിക്ക് ഉമ്മ എന്ന് പറയണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. എനിക്ക് ഉമ്മ തന്നിട്ട് വെച്ച്. നല്ല മോനാണ് എൻ്റെ സുനരി മോൻ. എന്റെ സുന്ദരി ആരാ? എന്റെ പൊന്നാരാ? ജീവനാരോ? ഞാനാരാ? അതിനുശേഷം ഞങ്ങൾ നേരെ പോയിട്ട് ഞങ്ങളവിടെ ഒരു തുണിക്കടയുണ്ട്, പേര് പോലെ തന്നെയാണ്, അറ്റ്ലസ് തന്നെയാണ്. നല്ല വിലക്കുറവാണ്, പക്ഷെ നല്ല തുണികളുമാണ്. അപ്പോൾ മോന് ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ അങ്ങനെ ലിഫ്റ്റിൽ കയറി കുഞ്ഞുങ്ങളുടെ സെക്ഷനിലോട്ട് പോവുകയാണ്, ഞാനും എൻ്റെ അനിയത്തി മോനും കൂടെ. അപ്പം അനിയത്തിയുടെ മോൻ്റെ കുറച്ച് ഇതാണ് കാണിക്കുന്നത്. ഞാൻ അറ്റ്ലസിനെ കുറിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ കിഡ്സ് സെക്ഷനിലെത്തി. അവന് ഷർട്ടും എന്തൊക്കെയോ നോക്കാൻ വേണ്ടി അങ്ങനെ പോവുകയാണ് ഞങ്ങൾ. കൊച്ചു കുട്ടികൾക്കുള്ള. അപ്പോൾ ഇതാ വന്നു എൻ്റെ അനുക്കുട്ടൻ. സുഖമാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയണം വീഡിയോ എടുക്കുന്ന കാര്യം അതുണ്ടല്ലോ എന്ന് എൻ്റെ അനിയത്തി. അങ്ങനെ അതിനുശേഷം നേരെ ഞങ്ങൾ വന്ന സ്റ്റുഡിയോയിലോട്ടാണ്. ഞാൻ എൻ്റെ മോൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്യാനായിട്ട് സ്റ്റുഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം മേടിച്ച് ഞങ്ങൾ നേരെ പിന്നെ പോയത് അനുവിൻ്റെ വീട്ടിലാണ്. അനുവിൻ്റെ വീട്ടിൽ ചെന്ന് കട്ടിൽ കണ്ടപ്പോഴേ എൻ്റെ അനിയത്തി മറിഞ്ഞു. കാരണം അവൾ അവിടുന്ന് ഇന്നലെ രാത്രി 12 മണിക്ക് വേണ്ട ബസ് കയറിയതാണ്. അവളവിടെ മറിഞ്ഞ്
പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ഫോട്ടോയൊക്കെ ഇങ്ങനെ നിരത്തിയിട്ട് അവൻ്റെ കൂട്ടുകാരൻ്റെ അവൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അനു ഒരുങ്ങുന്ന എന്തിനാണെന്നറിയോ? റീലെടുക്കാൻ. റീല് ഞങ്ങൾ ട്രെൻഡിങ് ആയിട്ടുള്ള റീലെടുക്കാൻ വേണ്ടി അങ്ങനെ അവൾ ഒരുങ്ങിയാണ്. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ അനിയത്തി വാഴ വെട്ടിയിട്ട് കണക്ക് കിടന്ന് നല്ല സുഖം. അങ്ങനെ അപ്പോഴത്തേക്കും ഉണ്ട് ചുന്നരി ലൂഷി അവിടെ ഇരിക്കുന്നുണ്ട്. ലൂഷി ഞങ്ങൾ റീൽ എടുത്ത് തുടങ്ങി. ഇതൊക്കെയാണ് ആ റീലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ മോൻ അതിൻ്റെ ഇടയിൽ കിടന്ന് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. പിന്നെ അനിയത്തിനെ ഉൾപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ അനിയത്തിയുടെ മണ്ടയിൽ അവൻ കയറി ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന വീഡിയോ. പിന്നെ അവസാനം അവൾ പോവാറായി. അപ്പോൾ അവളെ ഞാൻ വേണം കൊണ്ടാക്കാൻ. അങ്ങനെ അവർ രണ്ടിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് അമ്മ നിൽക്കുന്നിടത്തോട്ട് കൊണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഇനി കടക്കിൽ വന്ന് ഉമ്മയൊക്കെ കൊടുത്ത് അവരിങ്ങനെ പോവുകയാണ്. തിരിച്ച് ഞാൻ അവളെ തിരിച്ചങ്ങ് കൊണ്ടാക്കണം. രാവിലെ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് തിരിച്ച് വണ്ടി ഓടിച്ച് ഇനി അങ്ങോട്ട് കൊണ്ടാക്കുന്നത് ഞാനാണ്. അപ്പോൾ അവന് ചെറിയ വിഷമമുണ്ട് ഞങ്ങൾ പോണേന്. അതാണ് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.